സ്വാഗതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗൈസ് കടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളെ സുഖമായിരിക്കും വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ഹോളിവുഡ് മൂവീസിൽ ടോപ്പ് 10 ഹൊറർ മൂവീസ്, ടോപ്പ് 10 എന്താ പറയുക നിങ്ങൾ മസ്റ്റ് വാച്ച് മൂവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ ഹോളിവുഡ്സിൽ ഞാൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളം മൂവീസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് 1989 എന്ന ഇയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ 1989 ഇയറിലെ എന്താ പറയുക നിങ്ങൾ മസ്റ്റ് വാച്ച് മലയാളം മൂവീസ് എന്ന് പറയുന്ന ഒരു ടോപ്പ് ടയർ ആയിട്ടാണ് നമ്മളിവിടെ എന്താ പറയുക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് കണക്കും കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം ഇതിന് മുമ്പേ എന്താ പറയുക ടോപ്പ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എന്താ പറയുക ഞാൻ ഇതിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നാലും മസ്റ്റ് വാച്ച് മൂവീസിന്റെ ഇടയിൽ എന്താ പറയുക നമുക്ക് കുറേ മൂവീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് കിരീടം. 1989 ദ മസ്റ്റ് വാച്ച് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടമാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ലാലേട്ടന്റെ ബോക്സ് ഓഫീസിലല്ല, ലാലേട്ടന്റെ അഭിനയത്തിൽ ദ നമ്പർ 1 കിരീടം. ഞാൻ മനസ്സിലാക്കുന്നത് കിരീടമാണ് ഏറ്റവും നമ്പർ 1. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ എന്താ പറയാ ഒരുപാട് മൂവി ലിസ്റ്റ് ഉണ്ട്. ഇതിപ്പോ കിരീടം നമുക്ക് എന്താ പറയാ ലാലേട്ടൻ മറ്റു പടങ്ങൾ നമുക്ക് 100% എന്ന് പറഞ്ഞാൽ കിരീടം 101% എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള അഭിനയങ്ങളെല്ലാം പറയാം അടുത്തടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ കിരീടം ഈസ് ടോപ്പ് ക്ലാസ്. നിങ്ങൾ ഇതുവരെയും കിരീടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റ് വാച്ച്. അന്നത്തെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് നേടിയ ഒരു പടം കൂടെയാണ് കിരീടം. അപ്പോൾ എന്തായാലും കിരീടം എന്താ പറയുക ഫസ്റ്റ് വീക്കാണ് ഞാൻ കിരീടം എടുത്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച്. അടുത്ത് ഒരു വടക്കൻ വീരഗാഥ. മാൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ നടൻ മമ്മൂട്ടി, സംവിധായകൻ ഹരിഹരൻ. നമ്മുടെ കഥ എന്ന് പറഞ്ഞാൽ ചന്തുവിനെ തോപ്പിക്കാൻ മാവില്ല മക്കളെ എന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ് ഈ സിനിമ. അന്നത്തെ ബെസ്റ്റ് സിനിമയാണ്. സത്യം പറഞ്ഞാൽ കിരീടം ഒന്നും ഇറങ്ങിയില്ല, ഒരുപക്ഷെ എന്താ പറയുക വടക്കൻ വീരഗാഥ ആകുമായിരുന്നു അന്നത്തെ ടോപ്പ് മൂവി. 1989 നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. ഇതൊരു എപ്പിക് പടം തന്നെയാണ്. ഒരു എപ്പിക് എന്താ പറയുക ഒരു ചിത്രകഥ എന്ന് നമ്മൾ പറയില്ല, അതാണ് നിങ്ങൾ വടക്കൻ വീരകഥ. മസ്റ്റ് വാച്ചാണ് വടക്കൻ വീര. അടുത്തിനി നമുക്ക് മൂന്നാമത് പറയാനുള്ളത് റാംജി റാവോ സ്പീക്കിംഗ്. ഇത് അന്നത്തെ ഒരു എന്താ പറയുക ഇത് സംഭവം പ്ലോട്ട് ഇതാണ്. ഒരു തെറ്റായ ഫോൺ കോൾ വരുന്നു, അത് വലിയ പ്രശ്നങ്ങൾ വരുന്നു. ഫുൾ കോമഡി പാക്ഡ് സിനിമയാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സിനിമ നമ്മൾ ഇപ്പോഴത്തെ പോലത്തെ കോമഡി അല്ല, അതൊരു സിറ്റുവേഷണൽ കോമഡി എന്ന് നമുക്ക് പറയില്ല, അതുപോലത്തെ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ട്വിസ്റ്റും കാര്യങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. കിടിലം പടമാണ്. മുകേഷ്, സായികുമാർ എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് റാംജി റാവു. ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ്. ഇതിന്റെ സീക്വലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തേർഡ് പാർട്ട് ഞാൻ കാണാൻ പറയുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്തായിരുന്നാലും റാംജി റാവു സ്പീക്കിംഗ് മസ്റ്റ് വാച്ച്. അടുത്ത സിനിമയാണ് ശ്രീനിവാസന്റെ സിനിമ വടക്ക് നോക്കി യന്ത്രം. ഭയങ്കര അസൂയയും ഇൻസെക്യൂരിറ്റിയും കൊണ്ടുള്ള ഒരു ഭർത്താവിന് നമ്മൾ കഥയെന്ന് പറയില്ല, അതുപോലത്തെ ഒരു കീടിലം പടാണ് വടക്ക് നോക്കി യന്ത്രം. മസ്റ്റ് വാച്ച് മാൻ, മസ്റ്റ് വാച്ച്. സംവിധാനവും ഇതിൽ നടനായിട്ട് വരുന്ന എല്ലാവരും എന്ന് പറയും ശ്രീനിവാസൻ തന്നെയാണ്. വടക്ക് നോക്കി യന്ത്രം മസ്റ്റ് വാച്ച്. അടുത്ത അഞ്ചാമെന്ന് പറയുന്നത് വരവേൽപ്പാണ്. മോഹൻലാലിന്റെ സിനിമയാണ്. സത്യനന്ദിക്കാട് സംവിധാനം വന്നത്. ഗൾഫിൽ നിന്ന് ഒരാളുടെ എന്താ പറയുക സ്ട്രഗിളാണ് സത്യം പറഞ്ഞ ഒരു വരവേൽപ്പ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും എന്ന് പറയും മസ്റ്റ് വാച്ച് വരവേൽപ്പ് നിങ്ങൾ കണ്ടിരിക്കുക. അടുത്ത് വീണ്ടും പറയുന്നത് ദശരഥം. മോഹൻലാൽ നടനായിട്ട് വരുന്ന CV ആണെന്ന് പറയുക സംവിധാനം ചെയ്തത്. ഇതൊരു എന്താ പറയുക ഒരു സർവൻസിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതും നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കണ്ടിരിക്കണം. അടുത്തത്തെ സിനിമ എന്ന് പറഞ്ഞാൽ മൃഗയ IV ശശിയുടെ മമ്മൂട്ടി നടനായിട്ട് വന്നൊരു പടമാണ്. കിടിലം ഒരു പടമാണ്. ഒരു വേട്ടയാടുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയാലും പക്ഷെ അന്നത്തെ ആ ഒരു ടൈമിൽ ഈ സിനിമ ഇറക്കി വിട്ടതിന് സമ്മതിച്ചേ പറ്റൂ. മൃഗയ നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വീണ്ടും മസ്റ്റ് വാച്ചാണ്. ഞാൻ പറഞ്ഞത് 1989 എന്ന സിനിമകളുടെ ഒരു കൂമ്പാരമാണ് നമുക്ക് പറയാൻ പറ്റാം. അപ്പോൾ എന്തായിരുന്നാലും 9ാം സ്ഥാനത്ത് നമുക്ക് ജാഗ്രതയാണ്. മമ്മൂട്ടിയുടെ പടമാണ് ജാഗ്രത. CBI സേതുരാമയ്യറിന്റെ കഥ അറിഞ്ഞൂടെ? നമ്മൾ ഒരു വലിയൊരു സീക്വലായിട്ട് ജാഗ്രത, നേരറിയാൻ CBI അങ്ങനെ പറന്ന് പറഞ്ഞില്ലേ, അതിന്റെ എല്ലാത്തിന്റെയും തുടക്കമായിരുന്നു. തുടക്കം ജാഗ്രതയല്ല, തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ ഒരു CBI ഡയറക്ടർ ഗ്രൂപ്പ് എങ്ങനെയാണ് എന്റെ തുടക്കം. എന്തായാലും എന്റെ സീക്വലായിട്ടാണെന്ന് തോന്നുന്നത് വരുന്നത്. എന്തായിരുന്നാലും നിങ്ങൾ ജാഗ്രത എന്നാലും മസ്റ്റ് വാച്ചാണ്. അടുത്ത് പറയാൻ പോകുന്നത് വന്ദനമാണ്. ഇതൊരു റൊമാൻസ് കോമഡി. മോഹൻലാൽ വരുന്ന പടമാണ്. റൊമാൻസ് കോമഡി, ഒരു ട്രാജഡി മിക്സ് എന്നൊക്കെ പറയൂല, അതുപോലത്തെ ഒരു പടമാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച്. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെയാണ്. നായർ സാവാണ്.
ഒരു ആർമി ആക്ഷൻ പടം നമ്മൾ പടം പറയാം, അങ്ങനത്തെ ഒരു പടമാണ്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് നിങ്ങളിത് കണ്ടേ പറ്റൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ കുറേ തന്നെ ലിസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ഇനിയും കുറേയൊക്കെ എന്താ പറയുക നമ്മുടെ സിനിമകളും കാര്യങ്ങളും പറയാനുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ തന്നെ ഇത് ഒരുപാട് സിനിമകളായി. ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഇതൊക്കെ എന്താ പറയുക, ഒന്ന് നിങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇന്ന് തന്നെ കണ്ടു തുടങ്ങുക. കുറേ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ലിസ്റ്റ് എന്ന് പറയാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ കാണാൻ മറക്കണ്ട 1989 മസ്റ്റ് വാച്ച് മൂവീസ് ലിസ്റ്റ് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്തായിട്ട് ഒരു വീഡിയോയിലേക്ക് ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. വരുന്നത് വരയ്ക്കും. പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.